വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 വല്ലുള്ളി ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, തക്കാളി അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് 5-6 വിസിലടുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിൽ ഇത്തിരി വെള്ളം കൂടി പോയിട്ടാ. ഇത്തെ വെള്ളം എങ്ങനെ കുറയ്ക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പാകത്തിന് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കൊരു 4 പച്ചമുളക് ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇതിങ്ങനെ ഒന്ന് തട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ മുടിൻ്റെ ഇവിടെ ഉള്ളതൊക്കെ അങ്ങോട്ട് പോരും. ഒന്ന് തട്ടി കൊടുത്താൽ മതി. നമ്മൾ കൈയായിട്ടൊന്നും ഇങ്ങനെ വടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫിൽ വെള്ളം ഏറിയിട്ടുണ്ടായിരുന്നല്ലോ, ഈ വെള്ളം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ തന്നെ ഇടണം കേട്ടോ, നല്ല കരിഞ്ഞു പോവും ഫുൾ തീയിലിട്ടാൽ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ചെറിയ തീയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് മാറ്റി വെച്ച വെള്ളമില്ലേ, അതൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ആ വെള്ളം വെറുതെ വേസ്റ്റായി പോവുമല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുകൊണ്ടാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മസാലകളൊന്ന് ഈ ബീഫിൽ പിടിക്കണ വരെ ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വെച്ചെടുക്കുക. അതിന് മുന്നേ നമ്മൾ 1 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ടൊരു 5 മിനിറ്റ് നേരം വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചപ്പ് പൊതിനയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കറി ആയതുകൊണ്ടാണ് ഇത്തിരി വെള്ളത്തിൽ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.